നമസ്കാരം. മല്ലു ഫിലിം മീഡിയയുടെ ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ടെർബോ എന്ന സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ച കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ്, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ചത്. ആദ്യം ആരംഭിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോഴത്തെ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ടെർബോ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ 9 മണിയോട് കൂടിയാണ്. എറണാകുളത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഷേണായ്സിൽ വൈകുന്നേരം 8:15 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. കൂടാതെ എം സിനിമാസിൽ രാവിലെ 9 മണിക്കുള്ള ഷോയും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 9 മണിക്കുള്ള ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടായി കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ റിലീസിന് ഏകദേശം 7-6 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ പോലും ചിത്രത്തിന്റെ ഷോ കൗണ്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ മികച്ചൊരു ഷോ കൗണ്ടാണ് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ ലഭിച്ചിരിക്കുന്നത്. സിനിപോൾസിൽ ആദ്യ ദിവസം ഏകദേശം ഇപ്പോൾ തന്നെ 10 ഷോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഷേണായ്സിലാകട്ടെ ആദ്യ ദിവസം 9 ഷോ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എം സിനിമാസിൽ 8 ഷോയും കളിക്കുന്നുണ്ട് ചിത്രം ആദ്യ ദിവസം തന്നെ. വരും മണിക്കൂറിൽ ചിത്രത്തിന്റെ തിയേറ്റർ കൗണ്ട് ബുക്ക് മൈ ഷോയിൽ ഇനിയും വർദ്ധിക്കുമെന്ന് തീർച്ച തന്നെയാണ്. റിലീസിന് 7 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ചിത്രത്തിൻ്റെതായി ഇപ്പോൾ വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും 1200-ൽ പരം ടിക്കറ്റുകളാണ്. വരും മണിക്കൂറിൽ ഇത് വീണ്ടും ഉയരുമെന്ന് തീർച്ച തന്നെയാണ്. ടെർബോ സിനിമയുടെ ഭാഗത്തു നിന്നും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ചിത്രത്തിന്റെ കന്നഡ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെർബോ സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന രാജ്പി ഷെട്ടിയുടെ നിർമ്മാണ കമ്പനിയാണ് കന്നഡ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ചൊരു റിലീസ് തന്നെ ചിത്രത്തിന് കന്നഡയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ ടെർബോ സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് പോകുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.